വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവനൊരു ഉപമ അരുളി ചെയ്തു. 2 പേർ പ്രാർത്ഥിക്കാൻ ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഫരീസയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരീസയൻ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. എന്തെന്നാൽ ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു. ഞാൻ സമ്പാദിക്കുന്ന സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ചുങ്കക്കാരനാകട്ടെ ദൂരെ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും ധൈര്യപ്പെടാതെ മാറത്തടിച്ചുകൊണ്ട് ദൈവമേ, പാപിയായ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവനെ ഫരീസേനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. എന്തെന്നാൽ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, തെജസ്കരണ കാലത്തെ 3-ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. ഈ ദിവസത്തിൽ സഭ നമുക്ക് നൽകിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനങ്ങളാണ്. നമുക്കെല്ലാവർക്കും നല്ല സുപരിചിതമായ സുവിശേഷ ഭാഗമാണ് ഫരീസേൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥന. കർത്താവ് ഈ ഉപമ പറയുവാനുള്ള കാരണം അതിൻ്റെ ആദ്യത്തെ വചനങ്ങളിൽ പറയുന്നുണ്ട്. തങ്ങൾ നീതിമാന്മാരാണെന്ന ധാരണയിൽ തങ്ങളെ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അനുഭവം അറിയിച്ചു. 2 കാര്യങ്ങളാണ്. ഒന്ന്, തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്നവർ. 2, മറ്റുള്ളവരെ പുച്ഛിക്കുന്നവർ. ഇവർക്കുള്ള പ്രശ്നം, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്. അവരെല്ലാം എപ്പോഴും നീതിയുടെയും ന്യായത്തിൻ്റെയും പക്ഷത്താണ്, സത്യത്തിൻ്റെ പക്ഷത്താണ്. എല്ലാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, മറ്റുള്ളവരെല്ലാം വിമർശിക്കും. എത്ര നന്നായിട്ട് കാര്യങ്ങൾ ചെയ്താലും അതിനകത്ത് കുറവുകൾ കണ്ടുപിടിക്കുവാൻ ഇങ്ങനെയുള്ളവർക്ക് സാധിക്കും. അതാണ് ഫരീസേൻ്റെ പ്രത്യേകത. ഫരീസേൻ എന്താ പ്രാർത്ഥിച്ചത്? അവൻ്റെ പ്രാർത്ഥന വിശദമായി കർത്താവ് ഇവിടെ വിവരിക്കുന്നുണ്ട്. അവൻ ദേവാലയത്തിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നല്ല കാര്യം. ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല. അവൻ തന്നെ ന്യായീകരിക്കുക, അവൻ തന്നെ നീതീകരിക്കുകയാണ്, അവൻ തന്നെ വിശുദ്ധനാക്കുകയാണ്. മറ്റു മനുഷ്യരെ പോലെയല്ല. മറ്റു മനുഷ്യരെല്ലാം വിധിച്ചു കഴിഞ്ഞു. അവരെങ്ങനെയുള്ളവരാണ്? അക്രമികളാണ്, നീതിരഹിതരാണ്, വ്യഭിചാരികളാണ്. എന്ത് തിന്മയും ചെയ്യുവാൻ അവർക്ക് സാധിക്കും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. എന്നിട്ട് അവൻ പറഞ്ഞു, എൻ്റെ പുറകിലൊരു മനുഷ്യൻ നിൽക്കുന്നു, പാപപ്പെട്ടൊരു മനുഷ്യൻ, അവനേക്ക് അറിയത്തില്ല. എന്നിട്ട് പോലും അവൻ താരതമ്യപ്പെടുത്തുക: ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയോ അല്ല ഞാൻ. അതിന് വീണ്ടും ന്യായീകരണം: ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുന്നു, സകലത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. വലിയ കാര്യം പറയാൻ, പള്ളി പോകും, ഞാൻ ഉപവസിക്കും, ഞാൻ എല്ലാത്തിൻ്റെയും ദശാംശം. എത്ര പുണ്യപ്പെട്ട മനുഷ്യൻ, എത്ര നന്മപ്പെട്ട മനുഷ്യൻ! സ്വയം മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യനാകുന്ന മനുഷ്യരാണ്, നീതീകരിക്കുന്ന മനുഷ്യനാണ്, സ്വയം ഉയർത്തുന്ന മനുഷ്യനാണ്, സ്വയം മഹത്വം നേടുന്ന മനുഷ്യനാണ്. അവരൊരിക്കലും ചിന്തിക്കുന്നില്ല തൻ്റെ പ്രവൃത്തികളെ ദൈവം എങ്ങനെയാണ് കാണുന്നേ, ദൈവം എങ്ങനെയാണ് വിലയിരുത്തുന്നത്, ദൈവം എങ്ങനെ മാർക്കിടുന്നത്, എൻ്റെ ജീവിതത്തിന് ദൈവം എന്തുമാത്രം മുൻതൂക്കം കൊടുക്കുന്നു എന്നൊരു ചിന്തയെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ല. അവൻ മാനുഷികമായി ചിന്തിച്ചു, താൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം നല്ലതാണ്, താൻ ചെയ്യുന്ന ദൈവീകൃത പ്രവൃത്തികളെല്ലാം നീതിപൂർണമാണ്, സത്യസന്ധമാണ്, വിശ്വസ്തമാണ്, ശുദ്ധമാണ്, മറ്റുള്ളവരെല്ലാവരെക്കാളും താൻ നല്ലവനാണ്. നിങ്ങൾ ഐശ്യ പ്രവാചകന്റെ പ്രവചനം എടുത്ത് വായിച്ചാൽ, പ്രവാചകൻ പ്രവചനത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ വന്നു നിന്നുകൊണ്ട് എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. സർവരെയും കുറ്റപ്പെടുത്തുകയാണ്. അവൻ അവരെക്കുറിച്ച് ഒരു നന്മയും കാണാൻ സാധിക്കുന്നില്ല, ഒരു തിന്മ എല്ലാവരെക്കുറിച്ചും. നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം, നിനക്ക് ദുരിതം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ചില മനുഷ്യരെങ്ങനെയാണ്? തങ്ങളുടെ കുറ്റങ്ങൾ ഒരിക്കലും കാണത്തില്ല, അതിൻ്റെ കുറവുകൾ ഒരിക്കലും കാണത്തില്ല. മറ്റുള്ളവരുടെ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞിരിക്കും.
മറ്റുള്ളവരെ വിമർശിക്കും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, മറ്റുള്ളവരെ ശപിക്കും, മറ്റുള്ളവരുടെ ജീവിതത്തെ തകർത്ത് കളയും. ഏതെല്ലാം രീതിയിൽ അവർക്ക് ദ്രോഹങ്ങൾ ചെയ്യാമോ അതെല്ലാം ചെയ്ത് ജീവിക്കുന്ന കുറേ മനുഷ്യർ. എന്നാൽ ഒരു ചുങ്കക്കാരൻ ദേവാലയത്തിൽ വന്നതിൻ്റെ ഏറ്റവും പുറകിൽ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ കഴിയാതെ മാറത്തടിച്ചുകൊണ്ട് പറയുക, കർത്താവേ, പാപിയായ എന്നോട് കരുണയായിരിക്കണമേ. അവൻ സ്വയം കണ്ടെത്തി, അവൻ സ്വയം തന്നെ സമർപ്പിച്ചു ദൈവത്തിന്. ഞാനൊരു പാപിയാ, മഹാപാപിയാ, എന്നോട് കരുണയായിരിക്കണമേ. ഞാൻ ഐസയെക്കുറിച്ച് പറഞ്ഞു. 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഐസയ്യായ്ക്ക് വലിയ ദൈവത്തിന്റെ ദർശനമുണ്ടായി. മഹത്വത്തിൽ ആരൂഢനായിരിക്കുന്ന, സ്വർഗസിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന ദൈവത്തെ അവൻ കണ്ടു. മാലാഖമാരുടെ ഗണങ്ങൾ അവനെ ചുറ്റുന്നു, അവനെ പരിശുദ്ധനെ അട്ടഹസിക്കുന്നവൻ കണ്ടു. പരമപരിശുദ്ധനായ ദൈവത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഐസയ്യായ്ക്ക് മനസ്സിലായി, ഞാനൊരു പാപിയാണ്, ഞാനൊരു പാപിയാണ്, ഞാനൊരു മഹാപാപിയാണ്, എനിക്ക് ദുരിതം എന്ന് പറയുവാൻ ഐസയ്യായ്ക്ക് സാധിച്ചു. അതുവരെ മറ്റുള്ളവർക്ക് ദുരിതം എന്ന് പറഞ്ഞിരുന്നവൻ ദൈവത്തിന്റെ മഹത്വത്തിന് മുമ്പിൽ, ദൈവത്തിന്റെ പരിശുദ്ധിക്ക് മുമ്പിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ദുരിതം എന്ന് പറയുവാൻ കഴിയുന്നത്. ഈ ചുങ്കക്കാരൻ തമ്പുരാന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. പരമപരിശുദ്ധനായ കർത്താവിന് മുമ്പിൽ നാം വ്യവഹരിക്കേണ്ടത് ഇങ്ങനെയാണ്. നാം എന്തെല്ലാം ചെയ്യുന്നു, പുണ്യപ്രവൃത്തി ചെയ്താലും അതിനെല്ലാം കുറവുണ്ട്, അതിനകത്ത് സ്വാർത്ഥതയുണ്ട്, അതിനകത്ത് തൻകാര്യപോരിമയുണ്ട്. ഇവിടെയാണ് കർത്താവ് അടിസ്ഥാനപരമായി നിയമം പറയുന്നത്. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. താണനിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്യും. വലിയ കൊടുങ്കാറ്റടിക്കുമ്പോൾ വലിയ വലിയ മരങ്ങളൊക്കെ അട്ടപ്പട്ടലം താഴെ വീഴുന്നത് നമ്മൾ കാണാൻ സാധിക്കും. വലിയ കെട്ടിടങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാണെന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഈ മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ചെറിയ പുൽക്കൊടിക്ക് ഒന്നും സംഭവിക്കില്ല. വലിയ കൊടുങ്കാറ്റടിക്കുമ്പോഴും അതങ്ങനെ താണുകൊടുക്കും, വിട്ടുകൊടുക്കും. നിങ്ങൾ ഏതെങ്കിലും ഫലഭൂഷമായ നല്ല സ്ഥലത്ത് പോകുക, മുന്തിരി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, മാപ്പിള നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, മാങ്ങ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, ചാമ്പയ്ക്ക നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം, അങ്ങനെ പഴുതു നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് നോക്കിക്കുക. എന്താ കാണുന്നേ? നിറഞ്ഞു നിൽക്കുന്ന, ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളൊക്കെ ഇങ്ങനെ താഴ്ന്ന് 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 നിൽക്കും. അതേസമയം ഫലങ്ങളൊന്നുമില്ലാത്ത മരങ്ങളൊക്കെ ഉയർന്നുയർന്ന് നിൽക്കും. അത്തിമരത്തിലേക്ക് നോക്കി ഫലങ്ങളെ നോക്കുന്ന കർത്താവ് അതിനെ ശപിക്കാൻ കാരണം അത് സ്വയം പൊങ്ങി നിന്നതാണ്. അതിനകത്ത് ഒരു പഴം പോലും ഉണ്ടായിരുന്നില്ല. അതേസമയം ഫലങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ ശാഖകൾ അങ്ങനെ താണ് നിലത്തേക്ക് മുട്ടി നിൽക്കും. സഹോദരങ്ങളെ, നമുക്കാവശ്യം ഡൗൺ ടു ദി എർത്ത് എന്ന് പറയും. ഞാൻ ഒന്നുമല്ല, എനിക്കൊന്നുമില്ല, ഈ ലോകത്തിലേക്ക് ഒന്നുമില്ലാത്തവനായി വന്നു, ഒന്നുമില്ലാത്തവനായി തിരിച്ചു പോകും. എന്തുണ്ടോ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം തരാത്തതായി ഒന്നുമില്ല. അഹങ്കാരമാണ് ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഏറ്റവും വലിയ പാപം. ഞാൻ പൊരിമ, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ, അഹങ്കാരത്തിൻ്റെ പ്രവൃത്തികൾ അതിനൊരിക്കലും ദൈവത്തിന് മുമ്പാകെ നിലനിൽപ്പില്ല, മനുഷ്യന് മുമ്പിലും നിലനിൽപ്പില്ല. നമുക്ക് നമ്മെ തന്നെ ദൈവങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊരു ആത്മശോധന നടത്തി നോക്കാം. ഞാൻ എത്ര വലിയ പാപിയാണെന്ന് തിരിച്ചറിയുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്നേറ്റു പറയുവാൻ കരുണ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. പശ്ചാത്തപിക്കുവാൻ, അനുദപിക്കുവാൻ, പാപമോചനം പ്രാപിക്കുവാൻ, നല്ല കുമ്പസാരം നടത്തി കർത്താവിൻ്റെ മുമ്പിൽ ഒരു വിശുദ്ധീകരണം നേടുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.